ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്ലൈക്കോളിസിസ് എന്നുള്ള ടോപ്പിക്കായിരുന്നു അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. നമ്മുടെ ഗ്ലൈക്കോളിസിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഗ്ലൈക്കോളിസിസ് എന്നുള്ളത്. ഗ്ലൈക്കോളിസിസിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു, എന്തിൽ നിന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? ഗ്ലൂക്കോസിൽ നിന്ന് 2 മോൾസ് ഓഫ് പൈറുവേറ്റ് ആണ് നമ്മൾ ഫോം ചെയ്തെടുത്തത് അല്ലേ. അപ്പോൾ ഈ പൈറുവേറ്റ് നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷനുകളിലേക്ക് എൻ്റർ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സൈക്കിളാണ് എന്തെന്നുള്ളത് TCA സൈക്കിൾ, അല്ലെങ്കിൽ നമ്മളതിനെ ക്രെബ്സ് സൈക്കിൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് TCA സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന പൈറുവേറ്റ് ഏതൊക്കെ റിയാക്ഷൻസിലേക്ക് എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സുകളിലേക്ക് എൻ്റർ ചെയ്യുന്നു, അതിൽ വരുന്ന എൻസൈംസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ എനർജി മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ TCA സൈക്കിളിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ ചെറിയൊരു രൂപം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോമ്പൗണ്ട്സ് ഇടയ്ക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയഗ്രമാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ TCA സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൈറുവേറ്റ്, ഗ്ലൈക്കോളിസിസിൽ ഉണ്ടായിട്ടുള്ള പൈറുവേറ്റ്, ഈ പൈറുവേറ്റ് ഡയറക്റ്റായിട്ടല്ല എവിടേക്ക് എൻ്റർ ചെയ്യുന്നത്, ഡയറക്റ്റായിട്ടല്ല നമ്മൾ TCA സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതൊരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിട്ട് മാറണം. അതാണ് അസറ്റൈൽ കോഎൻസൈം A എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈറുവേറ്റ് ചില സീരീസ് ഓഫ് റിയാക്ഷൻസ് നടത്തുന്നുണ്ട്. ആ റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ലിങ്ക് റിയാക്ഷൻസ് എന്നുള്ളത്. എന്താണ് ലിങ്ക് റിയാക്ഷൻസ് എന്നുള്ളത്? ആ ലിങ്ക് റിയാക്ഷൻസ് ആർക്കെങ്കിലും അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക് റിയാക്ഷനെ പറ്റി പറയുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് TCA സൈക്കിൾ നോക്കുമ്പോൾ അപ്പോൾ ഈ ലിങ്ക് റിയാക്ഷൻ അതിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്സൊക്കെ അണ്ടർഗോ ചെയ്ത് നമ്മുടെ പൈറുവേറ്റ് എന്തായിട്ട് മാറാണ്, അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ആ അസറ്റൈൽ കോഎൻസൈം Aയുടെ ഫോമിലാണ് പൈറുവേറ്റ് എന്ത് ചെയ്യുന്നത്, TCA സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അസറ്റൈൽ കോഎൻസൈം A എങ്ങനെയാണ് ഇത് എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു സീരീസ് ഓഫ് റിയാക്ഷൻ, ഒരു സൈക്കിൾ പോലെയാണ് അല്ലേ. എപ്പോഴും നമ്മൾ TCA സൈക്കിൾ സ്റ്റാർട്ടിങ് പറയുമ്പോൾ ഓക്സാലോ അസറ്റേറ്റ് മുതലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഓക്സാലോ അസറ്റേറ്റും അസറ്റൈൽ കോഎൻസൈം Aയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈറുവേറ്റ് നമ്മുടെ റിയാക്ഷൻസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റിയാക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ജസ്റ്റ് നമുക്ക് ഇൻ്റർമീഡിയറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ്സ് ആണ് ഏതൊക്കെ? ഒന്ന് നമ്മുടെ സിട്രിക് ആസിഡ് ഉണ്ട്, അടുത്തതാണ് ഐസോസിട്രിക് ആസിഡ് ഉണ്ട്, പിന്നെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്നും പറയും. അടുത്തതാണ് സക്സിനൈൽ കോഎൻസൈം A. അത് കഴിഞ്ഞാൽ സക്സിനേറ്റ് കഴിഞ്ഞാൽ അത് ഫ്യൂമാറേറ്റ് ആവും, ഫ്യൂമാറേറ്റിൽ നിന്ന് മാലേറ്റ് ആവും, മാലേറ്റിൽ നിന്ന് ഓക്സാലോ അസറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മുടെ TCA സൈക്കിളിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്രെബ്സ് സൈക്കിൾ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, TCA സൈക്കിൾ വളരെ സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് TCA സൈക്കിൾ എന്നുള്ളത്. അപ്പോൾ TCA സൈക്കിളിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ട്സിൻ്റെ പേരാണ്. ആ കോമ്പൗണ്ട്സിൻ്റെ പേര് ആദ്യം നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് എൻസൈംസിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ റിയാക്ഷൻ്റെ കുറച്ച് പ്രൊഡക്ട്സുകൾ പറയുന്നുണ്ട് അല്ലേ. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്രെബ്സ് സൈക്കിളിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു? നമ്മുടെ സിട്രിക് ആസിഡ്, പിന്നെ ഐസോസിട്രിക് ആസിഡ്, അത് കഴിഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, പിന്നെ സക്സിനൈൽ കോഎൻസൈം A, സക്സിനേറ്റ്,
ഫ്യൂമാറേറ്റ്, മാലേറ്റ് ആൻഡ് ഓക്സാലോ അസറ്റേറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കിനി ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പൈറുവേറ്റ് എന്താണ് ലിങ്ക് റിയാക്ഷൻസ് നടന്ന് അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്ത് അത് എന്തായി മാറുന്നു, അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുകയാണ്. ഈ അസറ്റൈൽ കോഎൻസൈം എ എന്ത് ചെയ്യും, നമ്മുടെ ഓക്സാലോ അസറ്റേറ്റിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് സിട്രിക് ആസിഡായിട്ട് മാറുകയാണ്. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എയും ഓക്സാലോ അസറ്റേറ്റും കൂടി കമ്പൈൻ ചെയ്ത് എന്തായി മാറുകയാണ്, സിട്രിക് ആസിഡായിട്ട് മാറുകയാണ്. അവിടെ വരുന്ന എൻസൈം നോട്ട് ചെയ്യണം കേട്ടോ. ഏതാണ് എൻസൈം എന്ന് പറയുന്നത്, സിട്രേറ്റ് സിന്തേസ്. ഇവിടെ നമ്മൾ സിട്രേറ്റ് അല്ലെങ്കിൽ സിട്രിക് ആസിഡിനെ നമ്മൾ സിട്രേറ്റ് എന്നും പറയും. അപ്പോൾ ആ സിട്രേറ്റിനെ ഉണ്ടാക്കുന്നത് സിന്തസിസ് നടത്തുന്ന എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ് എന്നുള്ള എൻസൈം. ആ സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ സിട്രിക് ആസിഡിൽ നിന്ന് എന്ത് ഫോം ചെയ്യാണ്, ഐസോസിട്രിക് ആസിഡ് ഫോം ചെയ്യുകയാണ്. അവിടെ വരുന്ന എൻസൈം ഒരു സിമ്പിൾ പേരാണ് കേട്ടോ. അതിന് എന്താണ്, എക്കോണറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആക്ച്വലി നമുക്കിവിടെ 2 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ ആ 2 സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണം എന്നില്ല. ജസ്റ്റ് സിട്രിക് ആസിഡ് അതിന്ന് ഐസോസിട്രിക് ആസിഡ് ഉണ്ടാവുന്നത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഐസോസിട്രിക് ആസിഡ് എന്ന് എന്ത് ഫോം ചെയ്യുകയാണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം, ഇതുവരെയുള്ള ഒരു സ്റ്റെപ്പിലും നമുക്ക് എനർജി മോളിക്യൂൾസ് യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പിലും നമുക്ക് എനർജി മോളിക്യൂൾസിൻ്റെ യൂട്ടിലൈസേഷൻ അത് ഉപയോഗിച്ചുള്ള റിയാക്ഷൻസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഐസോസിട്രിക് ആസിഡിന് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഉണ്ടാവാണ്. ഇവിടെ വരുന്ന എൻസൈമാണ് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഈ ഡീഹൈഡ്രോജനേസ് എന്ന് കണ്ടാൽ നമുക്ക് എന്താണ് ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട സംഭവം, NAD അല്ലേ. ഇവിടെ നോക്കിയ ഒരു NAD നിന്ന് NADH കൺവേർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മ വരണം. കൈനേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ATP to ADP ആവാം, ADP to ATP ആവാം. ഇനി ഡീഹൈഡ്രോജനേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരുണ്ടായിരിക്കണം, NAD അല്ലെങ്കിൽ NADH, NAD+, NADH, NADPH അങ്ങനത്തെ എനർജി മോളിക്യൂൾസ് ഒക്കെ വരുന്നതാണ് ഡീഹൈഡ്രോജനേസ്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിൽ നിന്ന് സക്സിനൈൽ കോ എൻസൈം എ ഉണ്ടാവുകയാണ്. സക്സിനൈൽ കോ എൻസൈം എ അല്ലെങ്കിൽ സക്സിനൈൽ കോ എ എന്നൊക്കെ പറയും. അവിടെ വരുന്ന എൻസൈമിൻ്റെ പേരാണ് 4-ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ളത്. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ആ 4 ഇല്ലാണ്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പഠിച്ചു വെച്ചാലും മതി. അവിടെ നോക്കി ഡീഹൈഡ്രോജിനേസ്, അപ്പോൾ എന്തുണ്ടായിരിക്കും, നമ്മുടെ NAD ന്ന് NADH കൺവേർഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ഈ കഴിഞ്ഞ സ്റ്റെപ്പിലും ഈ സ്റ്റെപ്പിലും നമ്മളൊരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ റിലീസും കൂടിയുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ജസ്റ്റ് ഇത്രമാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് സക്സിനൽ കോ എൻസൈം എയിൽ നിന്ന് സക്സിനേറ്റ് ഫോം ചെയ്തെടുക്കുകയാണ്. അവിടെ വരുന്ന എൻസൈമാണ് സക്സിനൈൽ കോ എൻസൈം എ സിന്തേസ് ഉള്ളത്. അപ്പോൾ സിന്തേസും സിന്തറ്റേസും നമ്മൾ തെറ്റരുത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചത് എന്തായിരുന്നു, സിന്തേസ് ആയിരുന്നു. പക്ഷേ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിന്തറ്റേസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി മോളിക്യൂൾ എന്ന് പറയുന്നത് GDP to GTP കൺവേർഷൻ വഴിയാണ്. അപ്പോൾ അവിടെ ഒരു GTP മോളിക്യൂൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. കാരണം എന്താ, ഇവിടെ മാത്രമേ നമ്മൾ GTP ഉപയോഗിക്കുന്നുള്ളൂ. മറ്റിടത്തൊക്കെ എന്തായിരുന്നു, അല്ലെങ്കിൽ മുന്നത്തെ റിയാക്ഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ ATP ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത് കണ്ടതല്ലേ. ഇവിടെ നമുക്ക് GTP ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ സക്സിനേറ്റ് ഫോം ചെയ്തു അല്ലേ. ഇനി ആ സക്സിനേറ്റിന് നമുക്ക് ആരുണ്ടാവണം, ഫ്യൂമാറേറ്റ് ഉണ്ടാവണം. അപ്പോൾ ഫ്യൂമാറേറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ള എൻസൈം. ഏതാണ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി മോളിക്യൂൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ് അല്ലേ. നോക്കി FAD ന്ന് FADH2 ആണ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് എനർജി മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ATP NADP വെച്ചിട്ടാണ് അല്ലെങ്കിൽ NADH വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇനി പുതിയ 2 ആൾക്കാരെ പഠിക്കാനുണ്ട്. ആരൊക്കെയാണ്, GTPയും FADയും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം.
അപ്പോൾ സക്സിനേറ്റിൽ നിന്ന് നമ്മുടെ ഫ്യൂമാറേറ്റ് ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്യൂമാറേറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്? മാലേറ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ വരുന്ന എൻസൈമാണ് ഫ്യൂമാറേസ്. അപ്പോൾ ഫ്യൂമാറേസ് എൻസൈമിൽ എന്ത് അഡീഷൻ ഉണ്ട് നോക്കിക്കേ? H2O മോളിക്യൂളിൻ്റെ അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു H2O ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്യൂമാറേസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി ഫ്യൂമാറേറ്റിൽ നിന്ന് നമ്മൾ മാലേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ ഈ മാലേറ്റിൽ നിന്ന് എന്ത് ഫോം ചെയ്യാണ്? ഓക്സാലോഅസറ്റേറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ഈ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഓക്സാലോഅസറ്റേറ്റിലേക്ക് തിരിച്ച് ഈ സൈക്കിൾ എത്തുകയാണ്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് സൈക്കിളായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ മാലേറ്റിൽ നിന്ന് ഓക്സാലോഅസറ്റേറ്റ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മാലേറ്റ് ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരണം? നമ്മുടെ NAD ഓർമ്മ വരണം അല്ലേ? NAD+ NADH കൺവേർഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ TCA സൈക്കിൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. നമ്മുടെ പൈറുവേറ്റ്, നമ്മുടെ ഏറ്റവും ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൈറുവേറ്റ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ പൈറുവേറ്റിൽ നിന്ന് നമ്മുടെ എന്തുണ്ടാവാണ്? ഓക്സാലോഅസറ്റേറ്റ് ഫോം ചെയ്തെടുക്കുകയാണ്. അസറ്റൈൽ കോഎൻസൈം ഫോം ചെയ്തെടുക്കുകയാണ്. അസറ്റൈൽ കോഎൻസൈം ഓക്സാലോഅസറ്റേറ്റിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം സിട്രേറ്റ് സിന്തേസ് എന്ത് ഫോം ചെയ്യാണ്? സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. സിട്രിക് ആസിഡിൽ നിന്ന് ഐസോസിട്രിക് ആസിഡ് ഉണ്ടാവും. അവിടെ വരുന്ന എൻസൈമാണ് അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഇനി ഐസോസിട്രിക് ആസിഡിൽ നിന്ന് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഉണ്ടാവുന്നു. അവിടെ വരുന്ന എൻസൈമാണ് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ NADയിൽ നിന്ന് NADH കൺവേർഷനും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും പോകുന്നുണ്ട്. അടുത്തതാണ് ഇത് ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡിൽ നിന്ന് സക്സിനൽ കോഎൻസൈം ഉണ്ടാവുന്നു. അവിടെ വരുന്ന എൻസൈമാണ് 4-ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് അല്ലെങ്കിൽ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ അവിടെ എന്ത് കൺവേർഷൻ ഉണ്ട്? NADയിൽ നിന്ന് NADH കൺവേർഷൻ വന്നു. അടുത്തത് സക്സിനൽ കോഎൻസൈമിൽ സക്സിനേറ്റ് ഉണ്ടാവുന്നു. അവിടെ വരുന്ന എൻസൈമാണ് സക്സിനൽ കോഎൻസൈമേസ് സിന്തറ്റേസ്. അപ്പോൾ സിന്തറ്റേസ് എന്ന് വരുന്ന എന്തുണ്ടെന്ന് ആലോചിക്കുക? GDP കൺവേർഷൻ വരുന്നുണ്ട്. ഇനി സക്സിനേറ്റിൽ നിന്ന് എന്ത് ഫോം ചെയ്യാണ്? ഫ്യൂമാറേറ്റ് ഫോം ചെയ്യാണ്. അവിടെ വരുന്ന എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഓർക്കേണ്ട കാര്യം, എല്ലായിടത്തും നമ്മൾ ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ NAD to NADH കൺവേർഷനാണ് പറഞ്ഞതല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ആരാണ്? FADന്ന് FADH ടു കൺവേർഷനാണ് വരുന്നത്. നെക്സ്റ്റ് എന്താ? ഫ്യൂമാറേറ്റിൽ നിന്ന് മാലേറ്റ് ഫോം ചെയ്യുന്നു. അവിടെ വരുന്ന എൻസൈമാണ് ഫ്യൂമാറേസ്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ അഡീഷൻ ഉണ്ട്. നെക്സ്റ്റ് ആണ് മാലേറ്റിൽ നിന്ന് ഓക്സാലോഅസറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ ഓക്സാലോഅസറ്റേറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ നമ്മുടെ NADയിൽ നിന്ന് NADH കൺവേർഷൻ നടന്നിരിക്കുന്നു. ഇതാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ TCA സൈക്കിൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു സൈക്കിളല്ലേ? നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ സൈക്കിളാണ്. TCA സൈക്കിൾ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിക്ക് തറവായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് നമ്മളൊരു എനർജി ഈൽഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ആ എനർജി ഈൽഡ് നമുക്ക് എത്രയാണെന്ന് നോക്കണ്ടേ? എത്ര ATP ഉണ്ടായി, എത്ര GTP ഉണ്ടായി, എത്ര FAD ഉണ്ടായി എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ? NADH ഉണ്ടായി എന്നൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഇവിടുത്തെ ബൈ പ്രൊഡക്ട്സ് ഒന്ന് നോക്കിക്കേ. 2 ATP നോക്കി, 2 ATP ഉണ്ടായിട്ടുണ്ട്. 2 ATP. അതേപോലെ തന്നെ ഈ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ക്ലിയർ ആയിരിക്കും. എവിടെയാണ് ATP എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇവിടെ ഈ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് തോന്നി. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ എന്തുകൊണ്ടാണ് ATP വന്നത് എന്നുള്ളതൊരു സംശയം തോന്നാം അല്ലേ? ചില കേസസിൽ അത് GTP ആവാം, ചില കേസസിൽ അത് ATP ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈക്കിളിൽ നമ്മൾ കണ്ടു എന്താണ്? അവിടെ എനർജി സോഴ്സായിട്ട് ATP ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ 2 ATP എന്ന് കൊടുത്തത്. ചില കേസിൽ അത് 2 GTP എന്നും വരാം, 2 GTP എന്നും വരാം. അപ്പോൾ GTP എന്ന് നമ്മൾ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ GTP എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റല്ല, ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് അവിടെ എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? 6 NADH ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് 6 NADH നമുക്ക് ടോട്ടലായിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എവിടെയാണ് 6 NADH? ഒന്ന് ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 3 സ്റ്റെപ്പിലല്ലേ NADH ഉണ്ടായിട്ടുള്ളൂ? എന്തുകൊണ്ടാണ് നമ്മൾ 6 എന്ന് പറയാൻ കാരണം? ആർക്കെങ്കിലും അറിയോ? നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ എത്ര പൈറുവേറ്റ് ഉണ്ടായിട്ടുണ്ട്? 2 പൈറുവേറ്റ് ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മൾ ഒരു പൈറുവേറ്റിൻ്റെ കേസല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ പൈറുവേറ്റും കൂടി എൻ്റർ ചെയ്യുമ്പോഴാണ് TC സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം 3 NADH എന്ന് പറയുമ്പോൾ 3 × 2 പൈറുവേറ്റിനാവുമ്പോൾ അത് 6 NADH ആയിട്ട് മാറും. അതാണ് ഈ 6 NADH എന്ന് വരാൻ കാരണം. പിന്നെ അപ്പോൾ 6H+, നമ്മളെപ്പോഴും ഈ NADH പറയുമ്പോഴേ നമുക്ക് അവിടെ ഒരു H+ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഇത് അവിടെ ഒരു H+ കാണുന്നില്ലേ? ആ H+ൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 6H+ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എത്ര FADH2 ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് 2 FADH2, അതും 2 പൈറുവേറ്റിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 2 FADH2. അടുത്തത് 4 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ നോക്കി നോക്കിയാൽ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അത് ഒരു പൈറുവേറ്റിൻ്റെ കേസിലാണ്. 2 പൈറുവേറ്റ് ആയതുകൊണ്ടാണ് അവിടെ 4 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വന്നത്. അപ്പോൾ എനർജി ഗെയിൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്ര ATP ഉണ്ട്? 2 ATP or 2 GTP. ഇനി അടുത്തത് 6 NADH, 6H+ ഉണ്ട്, പിന്നെ 2 FADH2 ഉണ്ട്, 4 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് എനർജി ഈൽഡ്. അപ്പോൾ ഏതൊരു സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ എനർജി ഈൽഡ് അല്ലെങ്കിൽ ബയോ എനർജറ്റിക്സും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ TCA സൈക്കിൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.